ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഒന്ന് കണ്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നിപ്പോൾ രാവിലെ പ്രെയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു 5:15 കൂടി ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചണിലെത്തി ആദ്യമേ തന്നെ അരി ഇടാനുള്ള വെള്ളം അങ്ങ് അടുപ്പിലേക്ക് വെച്ചു. ഒപ്പം തന്നെ തലേന്ന് ഉണ്ടാക്കി വെച്ച മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നങ്ങ് തിളപ്പിക്കാനായിട്ടും കൂടെ വെച്ചു. ചായയും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം അങ്ങ് തിളച്ച് വരുമ്പോഴേക്കും പെട്ടെന്ന് ഒന്നങ്ങ് പോയി ഹാളൊക്കെ ഒന്നങ്ങ് അടിച്ചു വാരിയിടാമെന്ന് വെച്ചു കേട്ടോ. കാരണം മക്കൾസൊക്കെ ഉറങ്ങണ സമയത്താണ് ഈ ഒരു പണിക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ അവരെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഹാളും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് ഒതുക്കി ചേരപ്പാര അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇക്കായും മക്കൾസും സ്കൂളിലും വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കുഞ്ഞാവകളുടെ മൂഡിനനുസരിച്ച് ബാക്കി ക്ലീനിങ്ങിന് നിന്നാൽ മതിയല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ഒരാളൊന്ന് കയറി വന്നാലും വീട് എപ്പോഴും ക്ലീനായിട്ട് തന്നെ നിൽക്കുമല്ലോ. അങ്ങനെ ഹാളൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് വാഷ് ബേസിനും കൂടി ഒന്ന് പെട്ടെന്ന് അങ്ങ് കഴുകിയിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അരിക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചു, ചായയും തിളച്ചു കേട്ടോ. അപ്പോൾ ചായ തേയിലേക്ക് ഇട്ട് വാങ്ങി അരി അങ്ങോട്ട് കഴുകി ഇടാനായിട്ട് നിന്നേ. അരിയും കൂടെ കഴുകിയിട്ട് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു പകുതി കാര്യങ്ങൾ കഴിഞ്ഞുല്ലോ. ഇനി അരി തിളച്ച് അത് റൈസ് പോട്ടിലേക്ക് ഇട്ട് വെച്ചാൽ മതിയല്ലോ. പിന്നെ നമുക്ക് ചായയൊക്കെ കുടിച്ച് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 5:15 അല്ലെങ്കിൽ 5:30 കൂടി കിച്ചണിൽ കയറിയാൽ ഒരു 8 മണിയോടുകൂടി തന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മക്കൾസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. സ്കൂളിൽ പറഞ്ഞു വിട്ട് വർക്ക്ഷോപ്പിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുഞ്ഞാവുകളുടെ കാര്യങ്ങൾ നോക്കണേ. അപ്പോൾ ചായ കുടിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ മെഷീനിലേക്ക് അലക്കാനുള്ള തുണിയും കൂടെ ഇട്ടിട്ട് ഞാനും ഉക്കായും കൂടെ കൂടിയിരുന്ന് രാവിലത്തെ വെറും ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിരുന്നല്ലേ കുടിക്കണം. അപ്പോൾ മക്കൾസ് ഉറങ്ങുകയും ചെയ്യുവാണല്ലോ. എന്നാൽ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തോരനുള്ള ബീൻസും കൂടെ കൂടിയിട്ട് ഒന്നങ്ങ് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക തകൃതിയായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണേ. ഒപ്പം ഞങ്ങളുടെ ചായ കൂടി നടക്കുന്നുണ്ട്. പിന്നെ ബീൻസൊക്കെ ദേ അപ്പോഴേക്കും നന്നാക്കി എടുത്ത് കൊടന്ന് വെച്ച് പെട്ടെന്ന് തന്നെ ഹാളൊന്നങ്ങ് തുടച്ചെടുത്തു കേട്ടോ. ആ ഗ്യാപ്പിൽ കുഞ്ഞുപെണ്ണൊന്നങ്ങ് എഴുന്നേറ്റായിരുന്നു. പിന്നെ അവളെ ഒന്ന് പാല് കൊടുത്ത് വേഗം തന്നെ തൊട്ടിയിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ തൊട്ടി ആട്ടി അവളെ ഉറക്കുകയും ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഹാളൊന്നങ്ങ് തുടച്ചു എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി നേരത്തെയാണ് ആളെ എഴുന്നേറ്റേക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ പിന്നെ ഉറക്കിയില്ലെങ്കിൽ ഇന്ന് മൊത്തത്തിൽ മൂഡ് ഓഫായിരിക്കും കേട്ടോ. അതുമല്ല രാവിലെ തന്നെ വാശിയും ചിത്താന്തവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിടെ കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലാവും. പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ അവരും കൂടെ വാശി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ട് കറക്റ്റ് സമയത്തിന് ബാലൻസ് ആവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവളെ ഒന്നങ്ങ് പാല് കൊടുത്ത് ഉറക്കി കിടത്തിയത്. പിന്നെ അവളെയും ഇക്കാനെയും കൂടെ ആട്ടാനങ്ങ് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്ന് ബീൻസ് അങ്ങോട്ട് തോരൻ വെക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്നാണ് ഓർത്തെ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കണം. ഇതിനാകുമ്പോൾ അധികം ആഡംബരങ്ങളൊന്നും വേണ്ട. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ബീൻസും പച്ചമുളകും ഒരു സവാളയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് ഇളക്കി തട്ടിപ്പൊത്തി വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. സിമ്പിളുമായിട്ടുള്ള തോരൻ അവിടെ റെഡി ആയിട്ടോ. ഒപ്പം തന്നെ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ദോശയായതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും ചമ്മന്തി മതി. അപ്പോൾ രാവിലത്തെ കറിയുടെ പരിപാടിയും എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ദോശയൊക്കെ ഒന്ന് അങ്ങ് ചുട്ട് വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട് നിൽക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ മക്കൾസ് എഴുന്നേൽക്കുന്നതിന് മുമ്പിട്ട് ഏകദേശം കുക്കിങ്ങൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവാമല്ലോ. ഇപ്പോൾ അവർ അത്യാവശ്യം നടന്നു തുടങ്ങിയേക്കണോണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ ആ തൊട്ട് താഴെ വന്ന് നിന്നിട്ടായിരിക്കും കേട്ടോ ഓരോന്നിന് വാശിയൊക്കെ പിടിക്കണേ. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുക്കിങ് കഴിക്കണമായിരിക്കും കുറച്ചുകൂടെ സേഫ്റ്റി. പിന്നെ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ ഒന്ന് അങ്ങ് ചിരണ്ടി ചമ്മന്തിയൊക്കെ അരക്കാനായിട്ട് നിന്നേ. ആ ഒരു ഗ്യാപ്പിൽ മോനും കൂടെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ പോയി മോനെ ഒന്ന് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി മക്കൾസിനെ ഇക്കാനെ ഏൽപ്പിച്ചിട്ട് വേഗം തന്നെ വീണ്ടും കിച്ചണിലേക്ക് നമ്മുടെ വർക്കിലേക്ക് കടന്നു എന്ന് പറയാം കേട്ടോ. പിന്നെ ചമ്മന്തിയൊക്കെ അരച്ച് അങ്ങനെ കിച്ചൺ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിച്ചെടുത്തേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നോ ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണെന്ന്. അപ്പോൾ ഈ കടിക്കണ ഉറുമ്പില്ലേ, കട്ടുറുമ്പ്, അങ്ങനത്തെ ഉറുമ്പാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രകാരം അടുക്കളയിൽ നിന്നൊക്കെയുള്ള ഉറുമ്പിനെയൊക്കെ തുടച്ച് തുരത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉറുമ്പ് എനിക്ക് നല്ലൊരു പണി തന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളുടെ പുറത്തെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഇല്ലേ, അങ്ങോട്ടേക്ക് മണ്ണിനടി
കൂടെ ആയിരുന്നു കേട്ടോ ഈ ഇലക്ട്രിക്കിൻ്റെ കണക്ഷൻ എടുത്തായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉറുമ്പ് നല്ല കാര്യമായിട്ട് തന്നെ തിന്ന് തീർത്ത് ഷോർട്ടായിട്ട് ഫീസ് പൊട്ടി പോവായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 വട്ടം കെട്ടിയിട്ടും ഫീസ് ഇങ്ങനെ പൊട്ടണോണ്ട് 2 ദിവസമായിട്ട് കറണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതാളത്തിലായിരുന്നു എന്ന് പറയാം. പിന്നെ ഇന്നലെയാണ് കേട്ടോ അത് ശരിയാക്കാനുള്ള ആൾ വന്ന് നോക്കിയപ്പോഴാണ് അത് ആ വയറ് ഫുള്ള് ഉറുമ്പൊക്കെ കടിച്ച് ഷോർട്ടാക്കിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്കുള്ള കണക്ഷനൊക്കെ ഒന്ന് അങ്ങ് മുറിച്ച് മാറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫീസൊക്കെ കെട്ടി തന്നത്. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ തന്നെ ഈ കുഞ്ഞുമക്കളെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണെന്നേ. ഇവരെല്ലാത്തിനും ഇങ്ങനെ കരയാൻ തുടങ്ങും. പിന്നെ ഫാനില്ലാതെ അവർ ഉറങ്ങില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു എന്ന് പറയാം കേട്ടോ. അങ്ങനെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഒന്നങ്ങോട്ട് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഉരച്ച് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ ചാടുന്ന പോങ്കരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് തുടച്ച് വേസ്റ്റൊക്കെ ഇട്ട് വെക്കണം. മുറത്തിലേക്ക് തന്നെ എടുത്ത് ഭിത്തിയും കാര്യങ്ങളും ഒക്കെ ഒന്നങ്ങ് ഉരച്ച് നല്ലതുപോലെ 2-3 വട്ടം വെള്ളം മാറ്റി തുടച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ക്ലീനിങ്ങും കൂടി കഴിയുമല്ലോ. പിന്നെ ഇനി മക്കൾസൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നോടെ ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നാലും അതിപ്പോൾ അത്ര വലിയ ജോലിഭാരമായിട്ട് നമുക്ക് ഉണ്ടാവില്ലല്ലോ. പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിയുമല്ലോ. അതുമല്ല ഒരു 8 മണിയാകുമ്പോഴത്തേനും നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വേണം പിന്നെ മക്കൾസിനെ റെഡിയാക്കാനും ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും സ്കൂളിൽ വിടാനും ഒക്കെ കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ മൊത്ത സമയവും നമുക്ക് നിൽക്കാൻ പറ്റുമല്ലോ. മറ്റേ അതും ഇതും എല്ലാം കൂടെ വരുമ്പോൾ രാവിലത്തെ ഒരു ഹറിബറി നമുക്കും ആകെ ദേഷ്യം പിടിക്കും കേട്ടോ. പിന്നെ കുഞ്ഞാവകളുടെ ചിത്താന്തവും കരച്ചിലും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസം തന്നെ പോയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഏകദേശം ഒരു 5:30 ആകുമ്പോൾ കിച്ചണിൽ കയറിയാൽ തന്നെ എൻ്റെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് മടിയും വയ്യായികയും ഒക്കെ വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരും കേട്ടോ. എങ്കിലും മാക്സിമം ഇതുപോലെയൊക്കെ തന്നെയാണ് സ്കൂളുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യാറ്. പിന്നെയും കുറച്ച് മടി പിടിക്കുന്നത് സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ. നമുക്കും ഇടയ്ക്കൊക്കെ ഒരു മടിയൊക്കെ വരുമല്ലോ അല്ലേ. അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ അതേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മോൻ അങ്ങോട്ട് എത്തിയതാട്ടോ. പിന്നെ അവനൊന്നോടെ കൊണ്ടുപോയി സെറ്റാക്കി ഇക്കാനെ ഏൽപ്പിച്ചിട്ട് വീണ്ടും കിച്ചണൊക്കെ ഒന്നങ്ങ് അടിച്ചു വാരി തുടച്ചിടാന്നും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അങ്ങ് ഫ്രീ ആയില്ലോ. രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്നങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സമാധാനമാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ഒരാളൊന്നങ്ങ് കയറി വന്നാലും വീടിൻ്റെ അകം അങ്ങ് മോശമായിരിക്കില്ല. ഇന്ന് പിന്നെ പുറത്തേക്കുള്ള പണികൾക്കും കാര്യങ്ങൾക്കും ഒന്നും പറ്റാത്തതെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ മുറ്റം അടിക്കാനും ഒന്നിനും പറ്റില്ല. തുണിയും വിരിച്ചിടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കാർ പോർച്ചിൽ തുണി അങ്ങ് വിരിക്കാമെന്ന് വെച്ചു. അങ്ങനെ 8 മണിയായപ്പോഴത്തേനും എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ടുണ്ട് കേട്ടോ. ഇനി മക്കൾസിൻ്റെ അടുത്ത യുദ്ധം. അവരെ റെഡിയാക്കണം, ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം, സ്കൂളിൽ വിടണം കേട്ടോ. ഇനിയിപ്പോൾ 9 മണി വരെ അതിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങളുടെ കൂടെ കുഞ്ഞാവുകൾക്ക് ജസ്റ്റ് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇക്കായും മക്കൾസും ഒക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുഞ്ഞാവുകളെ കുളിപ്പിച്ച് അവർക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ. അവരുടെ ഡേ അന്നേരമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അവരെ റെഡിയാക്കി സ്കൂളിൽ വിട്ടു കേട്ടോ. വാലൈക്കും സലാം. ടാറ്റാ. വാലൈക്കും സലാം. അപ്പോൾ വർക്ക്ഷോപ്പിൽ പോണ വഴിക്ക് അവരെ സ്കൂളിലാക്കിയിട്ട് പോവുകയാണ് ചെയ്യണേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാട്ടോ സ്കൂള്. ശരിക്കും നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിച്ചിയൊക്കെ വന്നിട്ടുണ്ടായേ. അപ്പോൾ വാപ്പിച്ചിയുടെ മക്കൾസ് അങ്ങോട്ട് പോകണമെന്ന് വാശി പിടിച്ചുകൊണ്ട് പിന്നെ ഞാനും കുറച്ച് നേരത്തേക്ക് പോയിട്ടോ. അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരുന്നല്ലോ. അപ്പോൾ ചെന്നപ്പോൾ ഉമ്മിച്ചി തണ്ണിമത്തനൊക്കെ മുറിച്ച് തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ അങ്ങോട്ട് കഴിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൂസിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അവൻ എവിടെയെങ്കിലും ചുരുണ്ട് കൂടിയിട്ടുണ്ടാവുകയെ. പിന്നെ നേരെ വാപ്പിച്ചിയുടെ പച്ചക്കറിത്തോട്ടത്തിലോട്ട് ഇറങ്ങി ഉമ്മച്ചിക്ക് തോരൻ വെക്കാനായിട്ട് 2-3 പാവയ്ക്കൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തു കേട്ടോ. പച്ചമുളകും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറിയ രീതിയിലൊരു കുട്ടി കർഷകനാണ് കേട്ടോ എൻ്റെ വാപ്പിച്ചി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അതുപോലെ ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ്. ഏതെങ്കിലും ഒരു മൃഗത്തിനെ വളർത്താതെ വാപ്പിച്ചിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു പോത്തുകുട്ടനും ഒരു കുഞ്ഞി പൂച്ചയും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇന്നൊരു പുതിയ അതിഥീനെയും കൂടെ കൊണ്ടുവരാൻ പോയേക്കുവാണ് കേട്ടോ ആൾ. അപ്പോൾ കുറച്ച് നേരം പിന്നെ അവൻ്റെ അടുത്ത് പോയി പുല്ലൊക്കെ കൊടുത്തു കേട്ടോ. മക്കൾസിനും ഭയങ്കര ഇഷ്ടമാണ്
കേട്ടോ. ആ പോത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാനും ഒക്കെ അങ്ങനെ ഉപദ്രവിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇണങ്ങിയേക്കണെയാണ്. അങ്ങനെ ദേ അടുത്ത അതിഥീനെ സ്വീകരിക്കാനായിട്ട് അപ്പൂസ് മുന്നിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു പോത്തും കുട്ടനെയും കൂടി വാപ്പിച്ച് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആളൊന്ന് പേടിച്ചു പോയി. അതാണ് കേട്ടോ ഇങ്ങനെ മാറി നിൽക്കണേ. പിന്നെ കുറച്ച് നേരം അങ്ങനെ നിന്ന് വൈകിട്ട് മക്കൾസ് വന്നതിന് പെട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വാപ്പിച്ചാക്കി തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.